ഈ പടം നമ്മളെ പേടിപ്പിക്കും, രോമാഞ്ചം കൊള്ളിക്കും, അതേപോലെ ഞെട്ടിക്കുകയും ചെയ്യും. ട്രെയിൻ ടു ബുസാൻ എന്ന സിനിമയുടെ ഡയറക്ടർ യോൺ സാങ് ഹോയുടെ ഏറ്റവും പുതിയ സിനിമയാണ് റെവലേഷൻസ്. ബൈബിളിലെ പുതിയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം, ജോണിന്റെ വെളിപാട്. അന്ത്യനാളുകൾ എങ്ങനെയായിരിക്കുമെന്ന് ദൈവം ജോണിന് വെളിപ്പെടുത്തി കൊടുത്ത അദ്ദേഹം എഴുതിയ പുസ്തകത്തിലെ ഒത്തിരി റെഫറൻസുകൾ ഈ സിനിമയിൽ കാണാൻ പറ്റും. 2 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയാണിത്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. പടത്തിൻ്റെ തുടക്കത്തിൽ മഴയത്ത് കുടയൊക്കെ പിടിച്ച് നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവൾ ആകെ പേടിച്ച് ഇത്തിരി വേഗത്തിൽ നടന്നു പോകാൻ ശ്രമിക്കുന്നു. കാര്യം എന്താണെന്നാൽ മറ്റേതോ ഒരുത്തൻ ആ പെൺകുട്ടിയെ ഫോളോ ചെയ്ത് അവളുടെ പിന്നാലെ ചെല്ലുന്നു. ഇയാൾ തന്നെ ഫോളോ ചെയ്ത് വരുവാണെന്ന് മനസ്സിലാക്കി പെൺകുട്ടി വേഗം അവിടുന്ന് നടന്നു മാറി കുറേ മുന്നോട്ട് ചെന്ന് ഒരു ചർച്ചിൽ കയറി. അവളെ ഫോളോ ചെയ്ത് ചെല്ലുന്ന ഇവനും ചർച്ചിനുള്ളിലേക്ക് കയറുകയാണ്. ഇവനിങ്ങനെ ചർച്ചിലേക്ക് കയറുന്നതൊക്കെ വേറൊരു പുള്ളിക്കാരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവരാണ് നമ്മുടെ കഥാനായിക ലീ യോൺ ഹേ. നമുക്ക് ലീ എന്ന് വിളിക്കാം. പുള്ളിക്കാരി ഒരു ഡിറ്റക്റ്റീവാണ്. ലീയും എന്തൊക്കെയോ പ്രശ്നങ്ങളിലാണ്. ആൾ അത്ര ഓക്കെ അല്ലെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആദ്യം ചർച്ചിനുള്ളിലേക്ക് കയറിയ പെൺകുട്ടി അവിടെ ബാക്കിയുള്ളവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇവളുടെ പേര് ഷിൻ എയോങ്. നമുക്ക് എയോങ് എന്ന് വിളിക്കാം. ഇവളെ ഫോളോ ചെയ്ത് ചെയ്യുന്ന പുള്ളിക്കാരനും മടിയൊന്നും കൂടാതെ നേരെ ചർച്ചിനുള്ളിലേക്ക് കയറി അവിടെ ഇരുന്നു. ഇദ്ദേഹമാണ് നമ്മുടെ കഥയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ, സങ് മിൻചാൻ. നമുക്ക് മിൻചാൻ എന്ന് വിളിക്കാം. ആളാണ് ഇവിടുത്തെ പാസ്റ്റർ, ഈ ചർച്ചിലെ മെയിൻ ആള്. പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, എല്ലാവരും തിരികെ പോകുന്നു. നമ്മുടെ എയോങ് പുള്ളിക്കാരുടെ കൂടെയുള്ള പുള്ളിക്കാരിക്ക് അറിയാവുന്ന ആളുകളോട് ആ ഇരിക്കുന്ന വ്യക്തി ഇവളെ ഫോളോ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് അവർ ഇങ്ങനെ ഒരാളെ പള്ളി കാണുന്നത്. അയാൾ ആര്, എവിടുന്ന് വന്നു, ഒന്നും ആർക്കും അറിയില്ല. സംശയം തോന്നുന്നുണ്ടെങ്കിലും ആരും കൂടുതൽ ചോദിക്കാനും പറയാനൊന്നും നിന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങളായിട്ട് അങ്ങനെ അങ്ങ് പോയി. എയോങ് പോയതുകൊണ്ട് അവളെ ഫോളോ ചെയ്ത് വന്ന ഈ പുള്ളിക്കാരനും അവളുടെ പിന്നാലെ പോകാൻ തുടങ്ങിയപ്പോൾ പള്ളിയിലെ പാസ്റ്റർ ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. ഹലോ, നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നേ? ഒരു മിനിറ്റ്, എൻ്റെ കൂടെ ഒന്ന് വരുമോ? സാർ, നിങ്ങൾ ദൈവത്തിന്റെ മാർഗ്ഗത്തിലേക്ക് തിരിഞ്ഞതിൽ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണല്ലോ പള്ളിയിൽ വരുന്നത്. ആക്ച്വലി ഞങ്ങളൊരു രജിസ്ട്രേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ സാർ പേര് പറഞ്ഞോളൂ, ഞാൻ നോട്ട് ചെയ്തോളാം. സാർ ബുദ്ധിമുട്ടുണ്ട്. സംഭവം കൂടുതൽ ആളുകളെ ചർച്ചിലേക്ക് ചേർക്കാൻ പറ്റിയാൽ പാസ്റ്റർക്ക് ഗുണമാണ്. ഹയർ പൊസിഷനിലേക്ക് പോവാം. മറ്റ് വലിയ ചർച്ചകളിലൊക്കെ പാസ്റ്റർ ആവാനുള്ള അവസരം കിട്ടും. ഇതൊക്കെ കൊണ്ട് പരമാവധി പ്രാർത്ഥന നടത്തുക. പുതിയതായിട്ട് ആരെങ്കിലും ചർച്ചിൽ വരുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഈ പുള്ളിക്കാരൻ്റെ പേര് ക്വാൻ യങ് റേ. നമുക്ക് ക്വാൻ എന്ന് വിളിക്കാം. ചർച്ചിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ക്വാനിന്റെ ഒരു ഫോട്ടോയും പാസ്റ്റർ എടുക്കുന്നുണ്ട്. അയ്യോ, ജസ്റ്റ് ഈ ഫോമിൽ വെക്കാൻ വേണ്ടി നിങ്ങളുടെ ഫോട്ടോ പ്രിന്റ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തതേ ഉള്ളൂ. പ്രിന്റ് ചെയ്തു. നിങ്ങളുടെ ഫോട്ടോ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും പാസ്റ്റർക്ക് ഒരു ഫോൺ വന്നു. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ ആപ്ലിക്കേഷൻ ഫോം ഒന്ന് ഫില്ല് ചെയ്യുമോ? ഇതൊരു അർജന്റ് കോളാണ്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. പാസ്റ്ററിനെ വിളിച്ചിരിക്കുന്നത് പാസ്റ്ററിന്റെ ഭാര്യയെ അദ്ദേഹം നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന, നിരീക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളാണ്. പാസ്റ്റർക്ക് ഭാര്യയെ അത്ര വിശ്വാസമില്ല. പുള്ളിക്കാരി എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ മീറ്റ് ചെയ്യുന്നു എന്ന് സംശയം. ഇദ്ദേഹത്തിന്റെ സംശയം ശരിയാണ്. ഭാര്യയെ നിരീക്ഷിക്കാൻ ഏൽപ്പിച്ച വ്യക്തി ഇദ്ദേഹത്തിന് കുറെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ആ പുള്ളിക്കാരി അവരുടെ പേഴ്സണൽ ട്രെയിനറെ കിസ് ചെയ്യുന്നതൊക്കെ, അവർ തമ്മിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇത് മനസ്സിലാക്കിയതും പാസ്റ്റർക്ക് ഒരുപാട് വിഷമമായി. കണ്ണൊക്കെ നിറഞ്ഞു. എന്നാലും എല്ലാം കൺട്രോൾ ചെയ്ത് കണ്ണൊക്കെ തുടച്ച് അദ്ദേഹം തിരികെ അകത്തിയല്ലുമാണ്. അപ്പോൾ അതാണ്ട് ക്വാൻ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. സാർ, നിങ്ങൾ പോവാണോ? ഒരു മിനിറ്റ്, ഇതിപ്പോൾ തീരും. ഇല്ലില്ല പാസ്റ്റർ, എനിക്ക് ഒട്ടും സമയമില്ല, എനിക്ക് പോയേ പറ്റൂ. നിങ്ങൾ പറഞ്ഞ പോലെ ഫോമൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഷൂസ് ഇവിടെ ഞാൻ ഇട്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ ഇദ്ദേഹത്തിന്റെ ഷൂസ് എടുത്ത് അദ്ദേഹത്തിന്റെ കാലിൽ ഇട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കാലിൽ ഒരു ആംഗിൾ മോണിറ്റർ ഉണ്ട്. ജയിലിലൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന ക്രിമിനൽസിനെ പരോളിൽ വിടുന്ന സമയത്താണ് അവരുടെ കാലിൽ ഇങ്ങനെയുള്ള ആംഗിൾ മോണിറ്റേഴ്സ് വെക്കാറ്. ഇതിനർത്ഥം ഈ ക്വാൻ എന്ന വ്യക്തി ഒരു ക്രിമിനലാണ്, ജയിലിൽ നിന്ന് പരോളിന് വന്നതാണ്. പാസ്റ്റർ ഇത് കാണുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇതിനെപ്പറ്റി കൂടുതലൊന്നും ചോദിച്ചില്ല. ക്വാൻ അവിടുന്ന് തിരികെ പോയി. ക്വാൻ പാസ്റ്ററോട് ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും അയാൾ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. മറ്റെന്തോ ഉടായി പൊപ്പിക്കാനുള്ള പരിപാടിയിലാണ് അങ്ങേര്. അയോങ് എന്ന പെങ്കുച്ചിനെ ഫോളോ ചെയ്ത് ചെല്ലുന്നുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ അവളെ തട്ടിക്കൊണ്ടുപോകാൻ വല്ലോ ആണോ ഉദ്ദേശം? ക്വാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴും നമ്മുടെ ഡിറ്റക്റ്റീവ് ഇവനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വെറും നോട്ടമല്ല, ഭയങ്കര ദേഷ്യത്തോടെയാണ് പുള്ളിക്കാരി ഇവനെ നോക്കുന്നത്. ഇതിനൊക്കെ ശേഷം പാസ്റ്ററും അദ്ദേഹത്തിന്റെ ഭാര്യയും കാറിൽ ഇങ്ങനെ പോവാണേ. പാസ്റ്ററിന്റെ ഭാര്യയ്ക്ക് ഒരു കോളേജ് റീയൂണിയൻ ഉണ്ട്, അതിനവരെ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവളുടെ കള്ളത്തരങ്ങളൊക്കെ പാസ്റ്ററിന് മനസ്സിലായതുകൊണ്ട് പുള്ളിക്കാരൻ കുത്തി ഓരോന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവള് അതിവിദഗ്ധമായി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി. അങ്ങനെയും മുന്നോട്ട് ചെല്ലുമ്പോഴാണ് റോഡ് സൈഡിൽ ഒരു പോസ്റ്റർ ഇവരെ ശ്രദ്ധിക്കുന്നത്. ഇവിടെ അടുത്തായിട്ട് ഒരു വലിയ ചർച്ച പണിയുന്നുണ്ട്, ഒരു പുതിയ പള്ളി പണിയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റർ ആയിരുന്നു. ഇവരുടെ ഇതേ സഭയുടെ കീഴിൽ തന്നെയാണ് പുതിയ ചർച്ച വരുന്നത്. ഈ സഭയിലെ മെയിൻ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണ് പുതിയ ചർച്ച് പണിയിക്കുന്നത്. ഇത് കാണുമ്പോൾ പാസ്റ്ററിന്റെ വൈഫ് പറയുന്നുണ്ട്, ഒരുപക്ഷെ പുതിയതായിട്ട് പണിയുന്ന ആ ഒരു ചർച്ചിന്റെ പാസ്റ്ററായിട്ട് ഇദ്ദേഹത്തെ നിയമിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. കാരണം ഇവരുടെ സഭയ്ക്ക് വേണ്ടി ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരെ സഭയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നിരന്തരമായി പ്രാർത്ഥനാ മീറ്റിംഗ്സ് ഒക്കെ സംഘടിപ്പിച്ച് അങ്ങനെ നല്ല രീതിയിൽ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ മേ ബി പുതിയതായിട്ട് പണിയുന്ന ഈ ഒരു ചർച്ചിൽ ഒരു ഹയർ പൊസിഷൻ ഇദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റി ഇവരുടെ സഭയുടെ ഹെഡിനോടൊന്ന് സംസാരിച്ച് നോക്ക്, നമ്മുടെ പാസ്റ്ററിന് തന്നെ അവിടെയും പാസ്റ്ററായിട്ട് ജോലി കിട്ടിയാലോ എന്ന് ഭാര്യ സൂചിപ്പിച്ചു. ശേഷം നമ്മുടെ ഡിറ്റക്റ്റീവ് തിരികെ അവളുടെ വീട്ടിൽ ചെല്ലുന്നതാണ് കാണിച്ചിരുന്നത്. അവിടെ ഡിറ്റക്റ്റീവിന്റെ അച്ഛനുണ്ട്. രണ്ടാളും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ പുള്ളിക്കാരൻ ക്വാണിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ ക്രിമിനൽ അവനിപ്പോൾ ഈ ഏരിയയിലുണ്ടല്ലേ, അവൻ റിലീസായ കാര്യമൊക്കെ നീ അറിഞ്ഞോ എന്ന് എനിക്കറിയാം. അച്ഛൻ അവനെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയതും ഡിറ്റക്റ്റീവിന്റെ മുഖം മാറി. പുള്ളിക്കാരിക്ക് ആകെ ഒരുമാതിരി ദേഷ്യവും സങ്കടവും ഒക്കെ കലർന്ന ഒരു ഭാവം. കൂട്ടത്തിൽ സൈഡിലിരിക്കുന്ന ഒരു ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട്. അതിൽ ഡിറ്റക്റ്റീവും ഡിറ്റക്റ്റീവിന്റെ അച്ഛനും ഡിറ്റക്റ്റീവിന്റെ സഹോദരിയും ഉണ്ട്. ഇപ്പോൾ ഈ വീട്ടിൽ നമ്മുടെ ഡിറ്റക്റ്റീവും പുള്ളിക്കാരുടെ അച്ഛനും മാത്രമേ ഉള്ളൂ. അതിനർത്ഥം ഡിറ്റക്റ്റീവിന്റെ സഹോദരിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണം ക്വാണാണ്. ആ ക്രിമിനൽ എന്തോ
ഇവളുടെ സഹോദരിയെ ചെയ്തു. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇടയ്ക്കിടെ അവനെ കണ്ടപ്പോഴൊക്കെ ഒരുമാതിരി ദേഷ്യത്തോടെ അങ്ങനെ നോക്കി നിന്നത്. ശേഷം അടുത്ത ദിവസം നമ്മുടെ പാസ്റ്റർ ആവട്ടെ ഇവരുടെ സഭയുടെ ഹെഡിനെ കാണാൻ ചെന്നിരിക്കുകയാണ്. അദ്ദേഹവും ഒരു പാസ്റ്ററാണ്, പേര് ജങ്, പാസ്റ്റർ ജങ്. പാസ്റ്റർ, ഞാൻ നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യാൻ വരണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. ഇപ്പോഴാ സമയം കിട്ടിയേ. സഭയുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, പുതിയ മെമ്പേഴ്സിനെയൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, പിന്നെ പുതിയ ചർച്ച് പണിയുന്നുണ്ടല്ലോ പാസ്റ്റർ, അതിനെപ്പറ്റി എന്നോട് പറഞ്ഞില്ലായിരുന്നു? ഓ, നീ ആ പോസ്റ്റർ കണ്ടായിരുന്നല്ലേ? നമ്മൾ പുതിയ ചർച്ച് പണിയുന്നുണ്ട്. ഞാൻ നിന്നോടെല്ലാം വിശദമായിട്ട് പറയണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. പുതിയ ചർച്ചിന് നമുക്കൊരു പാസ്റ്ററിനെ വേണ്ടേ? ആരെയാ നീ റെക്കമെൻഡ് ചെയ്യുന്നേ എന്ന് ഇദ്ദേഹം നമ്മുടെ ഹീറോയോട് ചോദിക്കുന്നു. നമ്മുടെ പാസ്റ്റർ ഒരു നിമിഷം അങ്ങ് സ്റ്റക്കായി പോയി. ഇദ്ദേഹം പ്രതീക്ഷിച്ചത് ഇവനെ ആ ചർച്ചിന്റെ പാസ്റ്റർ ആകുമെന്നല്ലേ. ഇതിപ്പോൾ പാസ്റ്റർ ജങ് ചോദിക്കുന്നത് മറ്റാരെങ്കിലും അവിടുത്തെ പാസ്റ്റർ ആക്കാനായിട്ട് ഇവൻ എന്തെങ്കിലും സജഷൻ ഉണ്ടോന്നാണ്. അത് പിന്നെ അതിന് പറ്റിയ ഒരാള് അങ്ങനെ എനിക്ക് ആരെയും മനസ്സിൽ വരുന്നില്ല പാസ്റ്റർ. എനിക്ക് ആലോചിക്കാൻ കുറച്ച് ടൈം വേണം. ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് ആരെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞ് കുറച്ച് വിഷമത്തോടെ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് പാസ്റ്റർ ജങ്ങിന്റെ മകനെ കാണുന്നത്. അവനോടും പുതിയ ചർച്ചിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പുതിയ ചർച്ചിലേക്ക് പാസ്റ്ററായിട്ട് ആരെങ്കിലും നിയമിക്കാനുണ്ടോ എന്ന് ഇവന്റെ അച്ഛൻ ഇദ്ദേഹത്തോട് സജഷൻ ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ, എന്തിനാണ് പുതിയ പാസ്റ്ററിനെ നിയമിക്കാൻ നിങ്ങളോട് സജഷനൊക്കെ ചോദിക്കുന്നത്? ഇവന്റെ ഈ വക സംസാരം കേട്ട് നമ്മുടെ പാസ്റ്റർ അങ്ങ് അപ്സെറ്റായി. ശരിയല്ലേ പാസ്റ്റർ, നിങ്ങളോട് സജഷൻ ചോദിക്കാൻ ആവശ്യമില്ലല്ലോ. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തോരം കഷ്ടപ്പെട്ട് എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ പണിയുന്ന സഭയുടെ പാസ്റ്റർ ആവാനുള്ള എല്ലാ യോഗ്യതയും നിങ്ങൾക്ക് തന്നെയാണ്. ഞാൻ നോക്കിയിട്ട് നിങ്ങളായിരിക്കണം അവിടുത്തെ പാസ്റ്റർ ആവേണ്ടത്. വേണമെങ്കിൽ ഞാൻ അച്ഛനോട് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാം. ആക്ച്വലി വേണ്ട, അച്ഛനോട് റെക്കമെൻഡ് ഒന്നും ചെയ്യേണ്ട. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ദൈവം അനുയോജ്യമായിട്ട് ഒരാളെ കണ്ടെത്തിക്കോളും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ പറഞ്ഞെങ്കിലും പുതിയ ചർച്ചിന്റെ അധികാരം കിട്ടണമെന്ന് ഇദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇദ്ദേഹം തിരികെ ഇദ്ദേഹത്തിന്റെ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. ദൈവവചനം കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ താൻ അനുയോജ്യനാണ്. പുതിയ ചർച്ചിന്റെ പാസ്റ്റർ ആവാൻ എന്തുകൊണ്ടും യോഗ്യൻ ഇദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് ദൈവം ഇദ്ദേഹത്തിന് തന്നെ ആ പൊസിഷൻ കൊടുക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. കുറേ സമയം പാസ്റ്റർ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴാണ് പാസ്റ്ററിന്റെ ഭാര്യ ഇദ്ദേഹത്തെ ഫോൺ ചെയ്യുന്നത്. അവരാകെ വെപ്രാളത്തിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇദ്ദേഹം ഇതൊന്നും ഓർക്കാതെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ വിളിച്ച് തിരക്കപ്പെടാവട്ടെ സെക്യൂരിറ്റി പറയുന്നത് ഏതോ ഒരു വ്യക്തി കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയി എന്നാണ്. അതെന്തായാലും നമ്മുടെ പാസ്റ്ററല്ല. നമ്മുടെ പാസ്റ്ററല്ലാതെ മറ്റാരോ സ്കൂളിൽ ചെന്ന് ഇവരുടെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയി. ഇതും പറഞ്ഞ് ഭാര്യ വെപ്രാളപ്പെട്ട് കോള് കട്ട് ചെയ്തതും പാസ്റ്റർ കാണുന്നത് ക്വാണിന്റെ ഇദ്ദേഹം പ്രിന്റ് ചെയ്തെടുത്ത ഫോട്ടോയിലേക്ക് വെള്ളം ഇങ്ങനെ തുള്ളിത്തുള്ളിയായിട്ട് ചോർന്ന് വീഴുന്നതും അതിലെ കളേഴ്സൊക്കെ ഇങ്ങനെ പരന്ന് ഫെയ്ഡ് ആവുന്നതുമാണ്. ഇത് കണ്ടതും ഇദ്ദേഹത്തിന് സംശയമായി. ആളൊരു പാസ്റ്റർ ആണല്ലോ, എന്ത് കണ്ടാലും ദൈവത്തിന്റെ സൂചനയാണെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഇനിയൊരു പക്ഷേ ഇദ്ദേഹത്തിന്റെ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയത് ഇങ്ങേരായിരിക്കുമോ, ഇങ്ങേരൊരു ക്രിമിനൽ ആണല്ലോ എന്നുള്ള ചിന്ത പോകുന്നുണ്ട്. തുടർന്ന് ക്രിമിനൽസിനെ പറ്റിയുള്ള ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന റെക്കോർഡ്സ് ഒക്കെ പരിശോധിച്ച് ആ ഒരു പെർട്ടിക്കുലർ ക്രിമിനലിന്റെ ക്വാണിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ലൊക്കേഷനിലേക്ക് പാസ്റ്റർ പുറപ്പെട്ടു. കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ ഡിറ്റക്റ്റീവ്, പുള്ളിക്കാരി ഒരു സ്വപ്നം കാണുവാണ്. സ്വപ്നം മീൻസ് അവളുടെ ഓർമ്മകൾ, അവളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഓർത്തെടുക്കുകയാണ്. ഒരു ദിവസം ഇവളുടെ സഹോദരിയെ വിളിച്ചപ്പോൾ പുള്ളിക്കാരി ഒരുമാതിരി പേടിച്ച് പാനിക്കായി അങ്ങനെ ഒരു രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തത്. കാരണം എന്താണെന്നാൽ ആ ക്വാൺ ഉണ്ടല്ലോ, ആ ക്രിമിനൽ, അവൻ ഇവളുടെ സഹോദരിയെ പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു. അവളുടെ പതിരിപ്പതിലുള്ള മറുപടി കേട്ടിട്ടും ഹീറോയിന് കാര്യം മനസ്സിലായില്ല. തന്റെ സഹോദരി ഓക്കെ ആയിരിക്കുമെന്ന് കരുതി അവൾ ജോലി തുടർന്നു. അന്നൊരു ചെറിയ സംശയം തോന്നിയിട്ടും കാര്യമായിട്ടൊന്നും അന്വേഷിക്കാതിരുന്നതിന്റെ റിഗ്രറ്റ് ഉണ്ട് ഇന്ന് ഹീറോയിന്. എപ്പോഴും തന്റെ സഹോദരിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് ആ ഒരു ചിന്തകളൊക്കെ ഇവളെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ട്. സ്വസ്ഥമായി ഒന്ന് ഉറങ്ങിയിട്ട് കുറേ നാളായി. തന്റെ സഹോദരിയുടെ ആത്മാവ് തന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്ന പോലെ പുള്ളിക്കാരിക്ക് ഇങ്ങനെ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ആ ഒരു വലിയ റിഗ്രറ്റിൽ, അവളെ രക്ഷിക്കാൻ പറ്റിയില്ലെന്നുള്ള റിഗ്രറ്റിലാണ് പുള്ളിക്കാരി ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. നേരത്തെ ഇവർ കോണിനെ തന്നെ ഒരുമാതിരി ദേഷ്യത്തോടെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അതിന്റെ റീസൺ ഇതാണ്. ഇവളുടെ സഹോദരിക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ക്വാണാണ്. ഇതേ സമയം നമ്മുടെ പാസ്റ്റർ ആവട്ടെ ക്വാണിന്റെ ലൊക്കേഷനൊക്കെ തപ്പിപ്പിടിച്ച് അവനുള്ള സ്ഥലത്ത് എത്തുന്നുണ്ട്. അവിടെ എത്തി നോക്കുമ്പോൾ ക്വാൺ അവന്റെ വാഹനത്തിൽ സാധനങ്ങളൊക്കെ കയറ്റുന്നു. അവന്റെ കയ്യിൽ ഒരു ഷവലൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ട് ടെൻഷനിലായ പാസ്റ്റർ പെട്ടെന്ന് പോലീസിനെ കോൺടാക്ട് ചെയ്ത്, സർ എന്റെ മകളെ ഒരുത്തും തട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ അവനെന്റെ കൺമുന്നിലുണ്ട്. അവന്റെ കയ്യിൽ ഷവലൊക്കെ ഉണ്ട്. വണ്ടി കയറാൻ തുടങ്ങുക. എനിക്ക് തോന്നുന്നു കുഴിച്ചിടാൻ വേണ്ടി വല്ലതും ആയിരിക്കുമെന്ന്. ഇങ്ങനെയൊക്കെ വെപ്രാളത്തിൽ ആ സമയത്ത് പുള്ളിക്കാരൻ എന്ത് തോന്നിയോ അതെല്ലാം അങ്ങ് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും ഫോണിലെ ചാർജ് തീർന്നത് ഓഫായി. ഫോൺ കുത്തിയിട്ടിട്ട് നോക്കുമ്പോൾ ആ ക്രിമിനൽ അവന്റെ കാർ എടുത്ത് അങ്ങനെ മുന്നോട്ട് പോവാണ്. പാസ്റ്ററും വിട്ടില്ല, അവനെ പിന്തുടർന്ന് പുറകെ പോകുന്നു. കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ക്വാണിന്റെ വാഹനം കാണാനില്ല. പാസ്റ്റർ ആവട്ടെ തൊട്ടടുത്ത് കണ്ടൊരു ചെറിയ ഇടവഴിയിലൂടെ കയറി അകത്തേക്ക് പോയി. അപ്പോൾ താണ്ടെ ക്വാൺ നമ്മുടെ പാസ്റ്ററിനെ ഫോളോ ചെയ്തു വരുന്നു. ആരാണ് തന്നെ ഫോളോ ചെയ്തു വരുന്നതെന്ന് അറിയാൻ പുള്ളി വാഹനത്തിൽ നിന്ന് ഇറങ്ങി പതിയെ നടന്നു വന്ന് നോക്കിയപ്പോൾ പാസ്റ്റർ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നല്ലായിരുന്നല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്ത് പറ്റി? ആകെ ഒരുമാതിരി പോലെ. എല്ലാം ഓക്കെ അല്ലേ? പാസ്റ്റർ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. പാസ്റ്റർ നിങ്ങൾ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലോ. ഞാൻ എന്തായാലും വീട്ടിൽ പോവാ എന്ന് പറഞ്ഞ് ക്വാൺ അവിടെ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ പാസ്റ്റർ രണ്ടും കൽപ്പിച്ച് അദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി വന്ന് ക്വാണിന്റെ വാഹനം മുഴുവൻ പരിശോധിക്കുന്നുണ്ട്. അതിൽ ഇദ്ദേഹത്തിന്റെ മകളുണ്ടോന്ന് അറിയാൻ വേണ്ടി. എന്നാൽ അതിലെങ്ങും ആരെയും കാണാനില്ല. ക്വാൺ ഒരുമാതിരി സംശയത്തോടെ ഇങ്ങനെ എന്തോന്ന് കാണിക്കുന്നതെന്നുള്ള മട്ടില് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറി പോകാൻ തുടങ്ങുമ്പോൾ പാസ്റ്റർ ക്വാണിന്റെ കാലിൽ പാൻസ് ജസ്റ്റ് ഇങ്ങനെ മാറ്റി ഒന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹം ആദ്യം കണ്ട ആ ഒരു ആംഗിൾ മോണിറ്റർ അല്ലേ പള്ളിയിൽ വെച്ച് കണ്ട ആ ആംഗിൾ മോണിറ്റർ ഇപ്പോൾ അവിടെ ഇല്ല. അതായത് ക്വാൺ അത് കട്ട് ചെയ്ത് മാറ്റി. അതിനർത്ഥം ഇവൻ പോലീസിനെ പറ്റിച്ച് എന്തൊക്കെയോ പരിപാടി ഇവിടെ ഒപ്പിക്കുന്നുണ്ട്. തുടർന്ന് പാസ്റ്ററും ക്വാണും തമ്മിൽ അടിയായി. ക്വാൺ പാസ്റ്ററിന്റെ കഴുത്ത് ഞെരിച്ച് അങ്ങേരെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും പാസ്റ്റർ ഒരു വിധത്തിൽ ഒഴിഞ്ഞു മാറി ക്വാണിനെ അടിച്ച് താഴെയിട്ട് ആ ചെറുവഴിയുടെ സൈഡിലേക്കുള്ള കാട്ടിലേക്ക് അവർ വീണ് കറങ്ങി അതിശക്തമായി നിലത്തടിച്ച് വീണ് ക്വാണിന്റെ ബോധം പോയി. അവന്റെ ബോധം പോയി കാണത്തേ ഉള്ളെന്ന് കരുതി പാസ്റ്റർ പുറകോട്ട് മാറിയെങ്കിലും പിന്നെയും അടുത്ത് എന്ന് നോക്കിയപ്പോൾ അവന്റെ ശരീരത്തോടെ രക്തം ഇങ്ങനെ വാർന്നു
വിളിക്കുവാണ്. ക്വാൺ മരിച്ചു, പാസ്റ്റർ അവനെ കൊന്നു. ആകെ അങ്ങ് പേടിച്ചു പോയ പാസ്റ്റർ പോലീസിനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ പാസ്റ്ററിന്റെ ഭാര്യ ഇദ്ദേഹത്തെ വിളിക്കുന്നു. കോൾ എടുത്തപ്പോൾ പുള്ളിക്കാരി പറയുന്നതാവട്ടെ ഇവരുടെ കുഞ്ഞ് സേഫ് ആണെന്ന്. കൊച്ചൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാണ്. കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയത് ഫ്രണ്ടിന്റെ അച്ഛനാണ്. പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ്. കൊച്ച് സേഫ് ആണിപ്പോൾ. ഇതെല്ലാം കേട്ട് പാസ്റ്റർ ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഇടിമിന്നലിന്റെ പ്രകാശത്തിൽ മലയിൽ ഒരു രൂപം പാസ്റ്ററിന് കാണാം. ഒരാളുടെ മുഖം ഇങ്ങനെ തെളിഞ്ഞു കാണാം. അത് കണ്ടതോടെ ഇത് ദൈവം തരുന്ന സൂചനയാണെന്ന് പാസ്റ്റർക്ക് മനസ്സിലായി. തന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് ദൈവമാണ്. ഈ ഒരു ക്രിമിനലിനെ കൊല്ലാൻ ദൈവം തന്നെ നിയോഗിച്ചതാണ്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ദൈവത്തിന്റെ വെളിപാട് നടപ്പിലാക്കുകയാണ് ചെയ്തത് എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് പാസ്റ്റർ ക്വാണിന്റെ ബോഡി വലിച്ചിഴച്ച് താഴേക്ക് ആ ഒരു ക്ലിഫിൽ നിന്ന് തള്ളി താഴെയിട്ടു. ക്വാൺ നേരത്തെ പള്ളിയിൽ പോയ സമയത്ത് നമ്മുടെ പാസ്റ്ററുമായിട്ട് ആദ്യമായിട്ട് മീറ്റ് ചെയ്ത ആ ഒരു ടൈമിൽ തന്നെ ചർച്ചിലെ അവരുടെ ഒരു ഡ്രസ്സുണ്ട്. ആ ഡ്രസ്സ് ഇദ്ദേഹം ക്വാണിന് കൊടുക്കുന്നുണ്ടായിരുന്നു. ക്വാൺ മരിക്കുന്ന സമയത്തും അതേ ഡ്രസ്സ് അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്വാണിനെ തള്ളി താഴേക്ക് ഇടുന്നതിന് മുമ്പ് പാസ്റ്റർ ആ ഡ്രസ്സ് മാറ്റിയിരുന്നു. കട്ട് ചെയ്താൽ അടുത്ത ദിവസം നമ്മുടെ ഡിറ്റക്റ്റീവ് ജോലിക്ക് ചെല്ലുമ്പോൾ ഇവളുടെ ജൂനിയർ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരൻ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിന്റെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോയി. ഇവർ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പാസ്റ്ററിനെ പറ്റിയും റീസെന്റ് മിസ്സായ ഒരു പെൺകുട്ടിയെ പറ്റിയുമാണ്. കഥയുടെ തുടക്കത്തിൽ ക്വാൺ ഒരു പെൺകുട്ടിയെ ഫോളോ ചെയ്യുന്നത് കണ്ടില്ലേ, അയോങ്. ആ പെൺകുട്ടിയെ കാണാതായിരിക്കുന്നു. ഈ ഏരിയയിലൊക്കെ ആയിട്ട് തന്നെ ക്രിമിനൽ ക്വാണും ഉണ്ടായിരുന്നു എന്ന് പോലീസിന് ഇൻഫർമേഷൻ ഉണ്ട്. അവന്റെ കാലിൽ ആംഗിൾ മോട്ടർ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം അവനത് കട്ട് ചെയ്ത് മാറ്റി. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് യയോങ്ങിനെ കാണാതായിരിക്കുന്നതും. പുള്ളിക്കാരിയെ മിസ്സായി മണിക്കൂറുകൾക്കുള്ളിൽ പാസ്റ്റർ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്ത് പാസ്റ്ററിന്റെ മകളെ കാണാനില്ല, മകളെ തട്ടിക്കൊണ്ടുപോയത് ക്വാൺ ആണെന്നും ക്വാൺ ഷവലൊക്കെ എടുത്ത് അവന്റെ വാഹനത്തിൽ കയറ്റുന്നു, തന്റെ മകൾ ഒരുപക്ഷെ അവന്റെ കസ്റ്റഡിയിൽ ഉണ്ടാവുമോ എന്ന സംശയമൊക്കെ പ്രകടിപ്പിച്ചതായിട്ടും പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ആലോചിച്ചപ്പോൾ യയോങ് കാണാതായതിനും ക്വാണിനും അവന്റെ കാലിലെ ആംഗിൾ മോണിറ്റർ മുറിച്ചു മാറ്റിയതും പാസ്റ്ററിന്റെ റീസെന്റ് കോളും ഒക്കെ ഏതൊക്കെയോ തരത്തിൽ കണക്ട് ആവുന്നു. ഇതിലൊക്കെ എന്തോ ബന്ധമുണ്ടെന്നൊരു സംശയം. തുടർന്ന് ഈ കേസ് അന്വേഷിക്കാനായിട്ട് നമ്മുടെ ഹീറോയിനെ ഏൽപ്പിച്ചു. കൂട്ടത്തിൽ കുറച്ച് ഓഫീസേഴ്സ് ക്വാണിന്റെ വീട് തേടി പോകുന്നുണ്ട്. അവൻ താമസിച്ചിരുന്ന മുറിയാണിത്. ഭിത്തിയിലൊക്കെ കണ്ടില്ലേ എന്തൊക്കെയോ എഴുതിയും വരച്ചും വെച്ചിരിക്കുന്നത്. ഒരുമാതിരി കൊച്ചു പിള്ളേര്, ഇത്തിരിയുള്ള പിള്ളേർ ഇങ്ങനെ ഭിത്തിയിലൊക്കെ വരച്ചു വെക്കണ പോലെ ചുറ്റുപാട് അതും ഇതൊക്കെ വരച്ചും എഴുതിയും വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇങ്ങനെ വലിയൊരു പടവും വരച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്താണിത്? കണ്ടിട്ട് എന്തോ ഒരു കണ്ണു പോലെയൊക്കെ ഉണ്ട്. സെയിം ടൈം നമ്മുടെ ഡിറ്റക്റ്റീവും പുള്ളിക്കാരുടെ ജൂനിയറും കൂടെ പാസ്റ്ററിനോട് സംസാരിക്കാൻ ചെല്ലുന്നു. കഴിഞ്ഞ ദിവസം പാസ്റ്റർ പോലീസിനെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ അയ്യോ അത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് പറ്റിയതാ. എൻ്റെ മോൾ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു, ബട്ട് അത് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് പിന്നെ ആ ക്രിമിനൽ പള്ളിയിൽ വന്നായിരുന്നു. ഇവിടെ വെച്ച് അവൻ്റെ കാലിലെ ആംഗിൾ മോണിറ്റർ ഞാൻ ശ്രദ്ധിച്ചായിരുന്നേ. പെട്ടെന്ന് കുഞ്ഞിനെ കാണാതായെന്ന് കേട്ടപ്പോൾ ഇനിയിപ്പോൾ അവൻ വല്ലതും ആയിരിക്കുമെന്ന് കരുതി അങ്ങനെ പറ്റിപ്പോയതാ. മുമ്പ് പാസ്റ്റർ പ്രിന്റ് ചെയ്തെടുത്ത ക്വാണിൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഡിറ്റക്റ്റീവിന് ഒരുമാതിരി അങ്ങ് ആവുന്നുണ്ട്. എപ്പോൾ ഇവനെ കണ്ടാലും പുള്ളിക്കാരിയുടെ അവസ്ഥ ഒരുമാതിരി ഭയങ്കര മോശമാണ്. ഇവളുടെ സഹോദരിയെ പറ്റിയുള്ള ഓർമ്മകൾ, ക്വാൺ അവളോട് ചെയ്ത ക്രൂരതയൊക്കെ ഓർത്തിട്ട് ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലേക്ക് ആവുന്നുണ്ട് പുള്ളിക്കാരി. ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ നമ്മുടെ പാസ്റ്ററിന്റെ ഷൂവിലെ ചെളിയും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. മഴയൊക്കെ അല്ലേ, ചെളിയിലൂടെ നടന്നപ്പോൾ പറ്റിയതായിരിക്കും എന്ന് കരുതി അതിനെപ്പറ്റി കൂടുതലൊന്നും ചോദിച്ചില്ല. എന്നാലും നോട്ടീസ് ചെയ്തു. ഇപ്പോഴും ക്വാണിനെ കൊന്നതിന്റെ കുറ്റബോധമുണ്ട് പാസ്റ്റർക്ക്. അതുകൊണ്ട് ഇവരുടെ സഭയുടെ ഹെഡ് പാസ്റ്റർ ജെങ്ങിന് ഇദ്ദേഹം മെസ്സേജ് അയക്കുന്നുണ്ട്, ഇദ്ദേഹത്തിനൊന്ന് കുമ്പസരിക്കണമെന്ന്, കൺഫെഷൻ നടത്താനുണ്ടെന്ന്. ജെങ്ങിന്റെ റിപ്ലൈ ആവട്ടെ നേരിട്ട് കണ്ട് സംസാരിക്കാവുന്ന. തുടർന്ന് നമ്മുടെ പാസ്റ്റർ ജെങ്ങിനെ കാണാൻ പോകുന്നു. അവിടെ എത്തിയപ്പോൾ പാസ്റ്റർ ജെങ് ആകെ വിഷമത്തിലാണ്. പുള്ളിക്കാരന്റെ മകനെ പറ്റി കരഞ്ഞുകൊണ്ട് പറയുന്നു. പയ്യനെ കുറച്ച് അലമ്പ് ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. കുറേയധികം റിലേഷൻസ്, സിറ്റുവേഷൻഷിപ്സ് പലതും സംഭവിച്ചിട്ടുണ്ട്. ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പയ്യൻ ചെയ്തിട്ടുണ്ട്. പയ്യന്റെ കല്യാണമൊക്കെ കഴിഞ്ഞാണ്. എന്നിട്ടും അതൊന്നും വകവെക്കാതെ ഇവരുടെ സഭയിൽ വരുന്ന ഒരു പെങ്കൊച്ചുമായിട്ട് അവന് അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നെന്ന്. എല്ലാം കൊണ്ടും പാസ്റ്റർ ജെങ് ആകെ ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിൽ ഇക്കാര്യങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് നമ്മുടെ പാസ്റ്ററിനോട് പറയാണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ ആകെ കൈന്നുപോയി. ഇദ്ദേഹത്തിന്റെ മകന് ബന്ധമുള്ള ആ പെണ്ണുണ്ടല്ലോ, ഇവരുടെ ബന്ധത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചർച്ചിന്റെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തു. സോ സഭയുടെ ഹെഡ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഇമേജ് ഇടിഞ്ഞ് തകർന്നു തരിപ്പണമായിരിക്കുക. ഇങ്ങനെയെല്ലാം സംഭവിച്ചതുകൊണ്ട് പയ്യനെ ഇദ്ദേഹം മിഷണറി വർക്കിനെന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് അയച്ചു. നേരത്തെ പ്ലാൻ ഇദ്ദേഹം പണിയുന്ന പുതിയ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് ഇദ്ദേഹത്തിന്റെ മകനെ തന്നെ വെക്കാവുന്നതായിരുന്നു. എന്നാൽ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ അവനെ പാസ്റ്ററാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ പാസ്റ്ററിനോട് പുതിയ ചർച്ചിന്റെ പാസ്റ്റർ ആവാൻ ആവശ്യപ്പെടുന്നു. ഇത് കേട്ടതോടെ പാസ്റ്ററിന്റെ മനസ്സിലുള്ള കുറ്റബോധമൊക്കെ അങ്ങ് മാറുവാണ്. ദൈവം തന്നെയാണ് തനിക്ക് സൂചന കാണിച്ചു തന്നത്. അവനെ കൊന്നത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഇപ്പോൾ അതിനുള്ള പ്രതിഫലം ദൈവം തനിക്ക് തരുവാണ്. താൻ ആഗ്രഹിച്ച പൊസിഷനിലേക്ക് ദൈവം തന്നെ എത്തിച്ചിരിക്കുകയാണെന്ന് കരുതുകയാണ് ഇദ്ദേഹം. ഇതേസമയം പോലീസ് സ്റ്റേഷനിൽ ക്വാണിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ പോലീസുകാർ ഒരു ഡോക്ടറിനോട് സംസാരിക്കുന്നുണ്ട്. ക്വാൺ കുറച്ചുനാൾ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു. അവനെ ട്രീറ്റ് ചെയ്ത ഡോക്ടറാണ് ഇദ്ദേഹം. അവിടേക്ക് വരുന്ന നമ്മുടെ ഹീറോയിൻ ഇവിടെ ഈ ഡോക്ടറെ കണ്ടതും പെട്ടെന്ന് ഒരുമാതിരി അങ്ങ് അപ്സെറ്റായി. എന്താന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ക്വാൺ ഇവളുടെ സഹോദരിയെ ക്രൂരമായി ഉപദ്രവിച്ച് ആ ഒരു കേസ് കോടതിയിലെത്തി. ഡിറ്റക്റ്റീവിന്റെ സഹോദരി എപ്പോഴും ജീവനോടെ ഉണ്ട്. പുള്ളിക്കാരിയെ ക്വാൺ കൊന്നിട്ടൊന്നുമില്ല. ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ച ക്വാണിനെ കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ ക്വാണിന് സപ്പോർട്ടായിട്ട് വന്നത് ഈ ഡോക്ടറായിരുന്നു. ക്വാൺ മാനസികമായി പ്രശ്നമുള്ള ആളാണ്. അവന്റെ ജീവിതം അങ്ങനെയൊക്കെയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവന്റെ പേരൻസിൽ നിന്ന് അവന് ക്രൂര മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവന്റെ അമ്മ രണ്ടാമത് വിവാഹം കഴിച്ചു. സ്റ്റെപ്പ് ഫാദർ ആണെങ്കിൽ വളരെ മോശം മനുഷ്യനായിരുന്നു. ക്വാണിനെ അങ്ങനെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അവന്റെ ദേഹത്തുണ്ടായ മുറിവുകൾ, പാടുകൾ, അത് കാരണം അവനുണ്ടായ ട്രോമാസ്, അങ്ങനെയൊക്കെ വളരെ മോശം ചൈൽഡ്ഹുഡിലൂടെയാണ് ക്വാൺ പാസ് ചെയ്തത്. ആയതിനാൽ അവൻ മനഃപൂർവ്വം ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല. അവന്റെ അവസ്ഥ അവനെ ഈ അവസ്ഥയിൽ എത്തിച്ചതാണ്. അതായത് മെന്റലി പുള്ളിക്കാരൻ സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് ആ നിമിഷം അറിയാതെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണെന്നാണ് ഡോക്ടറിന്റെ വാദങ്ങൾ. ക്വാണിന്റെ ശരീരത്തുള്ള മുറിവുകൾ, പാടുകൾ, അതിന്റെയൊക്കെ ഫോട്ടോസ് മെഡിക്കലി അവൻ ഒട്ടും ഓക്കെ അല്ല. അവന്റെ മൈൻഡ് ഇങ്ങനെയൊക്കെയാണ്, അതൊക്കെ ഭേദമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ്
ഡീറ്റെയിൽസ്. അധികം വൈകാതെ അവൻ കൂടുതൽ ഭേദമാകും, ഇപ്പോൾ ഒരുപാട് ഭേദമാകുന്നുണ്ടെന്ന് തുടങ്ങിയിട്ടുള്ള തെളിവുകളൊക്കെ കൊടുത്തതോടെ ആ കേസിൽ, നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ സഹോദരിയെ ഉപദ്രവിച്ച കേസിൽ ക്വാണിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷയിൽ നിന്ന് കോടതി മാക്സിമം ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജയിലിൽ അടയ്ക്കേണ്ടവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവന് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് കുറച്ചു കാലം അങ്ങനെ തീറ്റി പോറ്റിയിട്ട് അവനെ പുറത്തുവിടാൻ. ഇതിന്റെയൊക്കെ പേരിൽ അന്ന് കോടതി മുറിയിൽ വെച്ച് നമ്മുടെ ഹീറോയിൻ ഈ ഡോക്ടറോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഡോക്ടറെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഇവൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന്, എന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ, എന്റെ സിസ്റ്റർക്ക് എന്താ സംഭവിച്ചതെന്നറിയോ, അവൾ കൊല ചെയ്യപ്പെട്ടതാണ്. നിങ്ങൾ അന്ന് ക്വാണിന് വേണ്ടി വാദിക്കാമെന്നല്ലോ, അതാണ് അവളുടെ കൊലപാതകത്തിന് കാരണം. ശരിക്കും നിങ്ങളാണ് അവളെ കൊന്നുകളഞ്ഞത്. അവൾക്ക് വേണ്ട നീതി കിട്ടാതെ നിങ്ങൾ അവനെ രക്ഷപ്പെടുത്തി. ആ കുറ്റബോധത്തിൽ എന്റെ സിസ്റ്റർ ജീവൻ ഒടുക്കി. നിങ്ങളാണ് അവളുടെ കൊലപാതകത്തിന് കാരണം, നിങ്ങളാണ് കൊലപാതകി എന്ന് ഇവള് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുന്ന ഡോക്ടർ മറുപടി പറയാനൊന്നും നിന്നില്ല, അവിടെ നിന്ന് മാറിപ്പോയി. ഇവിടെ പാസ്റ്റർ തിരികെ പള്ളിയിലേക്ക് വരുമ്പോൾ നേരത്തെ മിസ്സായ കുട്ടിയില്ലേ അയോങ്ങിന്റെ അമ്മ പാസ്റ്ററിന്റെ അടുത്ത് വന്ന് വളരെ വിഷമത്തോടെ സംസാരിക്കുകയാണ്. തന്റെ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്ത ആ ഒരു പേടിയിൽ ഇങ്ങനെ പതറി സംസാരിക്കുകയാണ്. പാസ്റ്റർ അവരെ വിളിച്ച് ചർച്ചിനുള്ളിൽ കൊണ്ടുവന്ന് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പാസ്റ്റർ, അത് പിന്നെ ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ്, എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, അവളിപ്പോൾ ജീവനോടെ ഇല്ലെങ്കിലോ, പ്ലീസ് സമാധാനപ്പെടൂ, നിങ്ങൾ ഇങ്ങനൊന്നും ചിന്തിക്കേണ്ട, അവൾക്കൊന്നും സംഭവിച്ചു കാണത്തില്ല, അയോങ് സേഫ് ആയിരിക്കുമെന്നേ. അധികം വൈകാതെ പോലീസ് അവളെ കണ്ടുപിടിക്കും, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദെൻ പാസ്റ്റർ അദ്ദേഹത്തിന്റെ കാറിൽ അയോങ്ങിന്റെ അമ്മയെ സേഫായിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് അങ്ങനെ പോകുന്ന സമയത്താണ് പോലീസിൽ നിന്ന് അയോങ്ങിന്റെ അമ്മയ്ക്ക് ഒരു കോൾ വരുന്നത്. പോലീസുകാർ ക്വാണിന്റെ കാർ കണ്ടെത്തിയെന്ന്. നമ്മുടെ പാസ്റ്ററും ക്വാണും ഒരു ഇടവഴിയിൽ വെച്ചാണല്ലോ അടിയുണ്ടാക്കിയത്. ആ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ക്വാണിന്റെ വാഹനം ഇവർ കണ്ടെത്തി. തുടർന്ന് പോലീസ് അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങി. പാസ്റ്റർ ക്വാണിന്റെ അമ്മയും കൊണ്ട് അങ്ങോട്ട് ചെന്നു. പുള്ളിക്കാരി വിഷമത്തിൽ അലറി വിളിച്ച് തന്റെ മകളെ കണ്ടുകിട്ടിയോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ പാസ്റ്റർ ഇടയ്ക്ക് കയറി, നിങ്ങൾക്ക് ബോഡി കിട്ടിയായിരുന്നോ എന്നങ്ങ് ചോദിച്ചു. പാസ്റ്റർ ഇവിടെ ഉദ്ദേശിച്ചത് ക്വാണിന്റെ ബോഡിയാണ്. ഇദ്ദേഹം ആ ക്ലിഫിൽ നിന്ന് തള്ളി താഴെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ പെട്ടെന്നുള്ള ഇദ്ദേഹത്തിന്റെ ഈ ചോദ്യം കേട്ടതും അയോങ്ങിന്റെ അമ്മയ്ക്ക് അങ്ങ് ഭയങ്കര പേടിയായി. പാസ്റ്റർ, നിങ്ങളല്ലേ പറഞ്ഞ എന്റെ മോള് ജീവനോടുണ്ടാവുന്നു, എന്നിട്ടെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? പാസ്റ്ററിന്റെ ചോദ്യം കേട്ട് നമ്മുടെ ഹീറോയിന് നല്ല സംശയമാവുന്നുണ്ട്. ഇയാൾ എന്താ ഇവിടെ ഉദ്ദേശിച്ചേ? ബോഡി കിട്ടിയോ എന്നൊക്കെ വന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അയോങ്ങിനെ ഇവനാണ് തട്ടിക്കൊണ്ടുപോയതെന്നും ഇവിടെ വെച്ച് അയോങ്ങിനെ അവൻ കൊന്നിട്ടുണ്ടെന്നും ഇദ്ദേഹത്തിന് എന്തോ ഒരു ധാരണ ഉണ്ടാവാനുള്ള സാധ്യതയില്ലേ? ഒന്നും അറിയത്തില്ലെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. പാസ്റ്റർ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ഇതിനൊക്കെ ശേഷം അവിടുന്ന് തിരികെ ചെല്ലുന്ന പാസ്റ്റർ അദ്ദേഹത്തിന്റെ ഭാര്യയോട് അവരുടെ കാറിൽ വെച്ച്, നീ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തുറന്നു പറയാം, നിനക്ക് കൺഫസ് ചെയ്യാനുള്ള സമയമാണിത്. ഇവൾക്ക് ഇവളുടെ പേഴ്സണൽ ട്രെയിനറുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇവന് നേരത്തെ മനസ്സിലായിരുന്നല്ലോ, അതിനെപ്പറ്റിയാണ് ചോദിക്കുന്നത്. വൈഫ് ആവട്ടെ ഉള്ള കാര്യം തുറന്നു പറയാതെ, അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല, ഞാൻ എന്ത് കൺഫസ് ചെയ്യണമെന്ന് നിനക്കറിയില്ലേ? ദൈവമാണ് നമ്മളെല്ലാവരെയും നോക്കി നടത്തുന്നത്. ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് ആർക്കും ഒന്നും മറയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ദൈവം നമ്മളോട് ക്ഷമിക്കും. തെറ്റ് എത്ര വലുതാണെങ്കിലും മനസ്സറിഞ്ഞ് കൺഫസ് ചെയ്താൽ മതി. ഒരുപാട് പേരുടെ കൺഫെഷൻ കേൾക്കുന്ന ആളല്ലേ ഞാൻ. നിനക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ? നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇപ്പം തുറന്നു പറ, ദൈവം നിന്റെ തെറ്റുകളെല്ലാം ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതിയിൽ ഇദ്ദേഹം ഇവളെ നിർബന്ധിച്ചതും പുള്ളിക്കാരി ഒരുമാതിരി അങ്ങ് വിങ്ങിപ്പൊട്ടി. പാസ്റ്റർ ജെങ്ങിനെ പറ്റിയും അദ്ദേഹത്തിന്റെ മകൻ ചെയ്തിട്ടുള്ള തെറ്റുകളെ പറ്റിയൊക്കെ ഇവിടെ പാസ്റ്റർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതെല്ലാം കൂടെ കേട്ട് ഒരുമാതിരി അങ്ങായ ഈ പുള്ളിക്കാരി ഇവള് ചെയ്ത തെറ്റുകളൊക്കെ പാസ്റ്ററിന്റെ അടുത്ത് തുറന്നു പറഞ്ഞു. പാസ്റ്ററും ഭയങ്കര ഭക്തിയോടെ പ്രാർത്ഥിച്ച് എല്ലാം ക്ഷമിച്ചു വിട്ടു. ഈ സംഭവിക്കുന്നതൊക്കെ ദൈവത്തിന്റെ ക്ലിയർ സൂചനകളായിട്ടാണ് ഇദ്ദേഹം കാണുന്നത്. ഇദ്ദേഹം ആഗ്രഹിച്ച പോലെ ആ വലിയ ചർച്ചിലെ പാസ്റ്റർ ആവാനുള്ള അവസരം ഇദ്ദേഹത്തെ തേടി വരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ചെയ്ത തെറ്റുകളൊക്കെ പുള്ളിക്കാരി ഏറ്റുപറഞ്ഞ് കൺഫസ് ചെയ്തു. ഈവൻ ദോ ഇദ്ദേഹം നിർബന്ധിച്ചിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ദൈവം തന്നെ നേർവഴിക്ക് നടത്തുന്നത് കൊണ്ടാണ്. ദൈവം തനിക്ക് വഴി കാട്ടി തരുന്നതാണ്. ക്വാണിനെ കൊന്നത് ഒരു തെറ്റുമില്ല, അത് ദൈവത്തിന്റെ സൂചനയായിരുന്നു എന്ന് തന്നെയാണ് ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നത്. ദെൻ പാസ്റ്ററും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു ക്ലിനിക്കിലേക്ക് ചെല്ലുന്നു. അങ്ങോട്ട് പോകുന്ന വഴി ഒരു ആംബുലൻസ് റോഡിൽ നിന്ന് ചരിഞ്ഞ് കുറച്ച് സൈഡിലേക്ക് വീണ് കിടക്കുന്നതൊക്കെ ഇദ്ദേഹം കാണുന്നുണ്ട്. ഏതായാലും ക്ലിനിക്കിലെത്തി ഇവർക്ക് പരിചയമുള്ള ആളുകളെ മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു നേഴ്സ് ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുന്നത് കണ്ട് എന്താ സംഭവം തിരക്കിയപ്പോൾ ഇവിടെ ഈ ക്ലിനിക്കിൽ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ആകെ ചെളിയൊക്കെ പുരണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാനായിരുന്നു ശ്രമം. ബട്ട് നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന ആംബുലൻസ് റോഡിൽ നിന്ന് സ്ലിപ്പായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുവാണ് ഇവർ. ഇതൊക്കെ കേട്ടത് നമ്മുടെ പാസ്റ്റർക്ക് ഒരു ചിന്ത, ഒരുപക്ഷെ ആ ചെളിയൊക്കെ പുരണ്ട് ഇവിടെ വന്നു എന്ന് പറയുന്ന മനുഷ്യൻ അത് ക്വാണാണെങ്കിലോ? അവിടെ അവന്റെ വാഹനം കിടന്ന സ്ഥലത്ത് പോലീസുകാർ ആകെ മൊത്തം തിരച്ചിൽ നടത്തിയെങ്കിലും അവന്റെ ബോഡി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. സംശയം തോന്നിയ പാസ്റ്റർ അകത്ത് കയറി ആരുടെയും കണ്ണിൽപ്പെടാതെ പതിയെ ചെന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹം പ്രതീക്ഷിച്ച പോലെ അത് ക്വാണായിരുന്നു. പുള്ളിക്കാരൻ പാതി ബോധത്തിൽ എന്തോ ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്ന പോലെ തോന്നിയിട്ട് ഇദ്ദേഹം പതിയെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു പാസ്റ്റർ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് അവൻ പറയുന്നത്. പെട്ടെന്ന് പാസ്റ്റർ അങ്ങ് ഞെട്ടിമാറി. ശരിക്കും ക്വാൺ അങ്ങനെ പറഞ്ഞോ അതോ ഇദ്ദേഹത്തിന് തോന്നിയതാണോ എന്നറിയില്ല. ഏതായാലും ഇവൻ ജീവനോട് രക്ഷപ്പെട്ടാൽ തനിക്കത് വലിയ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി പാസ്റ്റർ ഒരു വീൽ ചെയറിൽ അവനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും പോലീസുകാരൊക്കെ കാര്യം അറിഞ്ഞ് ഈ സ്ഥലത്ത് എത്തുന്നുണ്ടെങ്കിലും അവരുടെ ഒന്നും കണ്ണിൽപ്പെടാതെ അതിവിദഗ്ധമായി പാസ്റ്റർ അവനെയും കൊണ്ട് രക്ഷപ്പെട്ടുപോയി. എവിടെയോ ഉള്ളൊരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ടുപോയി ക്വാണിനെ അവിടെ കെട്ടിയിട്ടു. അപ്പോഴാണ് അവനൊന്ന് ബോധം വരുന്നത്. നിനക്ക് എന്താണ് വേണ്ടത്? എന്തിനാ നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ അതാണ് എനിക്കും അറിയേണ്ടത്. എന്തിനാണ് ദൈവം എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അദ്ദേഹം എനിക്ക് പൂർണ്ണമായി വെളിപ്പെടുത്തി തന്നിട്ടില്ല. നീ ഒന്ന് അടങ്ങ്. എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. ഇതെല്ലാം കേൾക്കുന്ന ക്വാണാവട്ടെ, നിനക്ക് പ്രാന്താണോടാ പന്നി, നീ എന്തോന്ന് പിച്ചും പേയുമായി വിളിച്ചു പറഞ്ഞേ? നിനക്കെന്താ എന്നെ കൊല്ലാനാണോ ഉദ്ദേശം? കൊല്ലാനോ? ഞാനോ? ദൈവം എന്നോട് നിന്നെ കൊല്ലാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു തവണ നിന്നെ കൊല്ലാൻ ഞാൻ ശ്രമിച്ചു, നീ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ദൈവത്തിന്റെ പ്ലാൻ മറ്റെന്തോ അല്ലേ? പാസ്റ്റർ, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ നിന്റെ പള്ളിയിൽ വരുന്ന ആ പെണ്ണിന് വേണ്ടിയാണെങ്കിൽ അവളെ ഞാൻ കൊന്നിട്ടൊന്നുമില്ല. അവളിപ്പോഴും ജീവനോടെ ഉണ്ട്. എന്നെ വെറുതെ വിടാമെങ്കിൽ അവൾ എവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പോലീസിനെ വിളിച്ചോ, ഞാൻ അവരോട് സത്യങ്ങളൊക്കെ പറഞ്ഞോളാം. ക്വാൺ പറയുന്നത് കേട്ട് ഇദ്ദേഹം ഇപ്പോൾ പോലീസിനെ വിളിക്കാൻ പോയാൽ അത് ഇദ്ദേഹത്തിന് കൂടുതൽ വിനയാവും. കാരണം ഇദ്ദേഹം ക്വാണിനെ തല്ലിച്ചതച്ചൊരു പരുവമാക്കി അവനെ കൊന്നു കരുതി ക്ലിഫിൽ നിന്ന് തള്ളി താഴെയിട്ടു. എന്നിട്ടും സർവൈവ് ചെയ്ത് അവനെ ക്ലിനിക്കിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. ഇതൊക്കെ കുറ്റമല്ലേ? അതുകൊണ്ട് തന്നെ ഇവൻ പറയുന്നത് വിശ്വസിക്കാൻ പാസ്റ്റർ തയ്യാറാവുന്നില്ല, പോലീസിനെ വിളിക്കുന്നില്ല. പകരം ഇവൻ പറഞ്ഞൊക്കെ കള്ളമാണ്. അതായത് എയോങ് ജീവനോടെ ഉണ്ടെന്ന് പറയുന്നതൊക്കെ കള്ളമാണ്, വെറും നമ്പർ മാത്രമാണ്. എയോങ് മരിച്ചു എന്ന് പാസ്റ്റർ അങ്ങ് വിശ്വസിക്കുവാണ്. അവൾ ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യതയെപ്പറ്റി പോലും ചിന്തിക്കുന്നില്ല. അയോങ് ജീവനോടെ ഉണ്ടെന്ന് ക്വാൺ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെ അവനെ തല്ലി ഉപദ്രവിച്ച് അവന്റെ മുഖത്തൂടെ പോലും പ്ലാസ്റ്റർ ചുറ്റി അടുത്തൊരു മുറിയിലേക്ക് കയറ്റി അവനെ അവിടെ പൂട്ടിയിട്ടു. ശേഷം പാസ്റ്റർ നേരെ പള്ളിയിലേക്കാണ് ചെല്ലുന്നത്. എയോങ്ങിന് വേണ്ടി ഇവർ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. പാസ്റ്ററും വിശ്വാസികളും പ്രാർത്ഥിക്കാൻ പള്ളിയിലേക്ക് കയറി. നേരത്തെ തന്നെ പാസ്റ്ററിനെ സംശയമുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിൻ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി പാസ്റ്ററിന്റെ കാറും ചുറ്റുപാടൊക്കെ ഇങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ അവന്റെ കാറിൽ മൾബറി പറ്റിയിരിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് ഈ ലൊക്കേഷൻ അടുത്തുള്ള മൾബറി ഫാംസ് എവിടെയൊക്കെയാണെന്ന് തിരഞ്ഞ് അങ്ങനെ കിട്ടിയ ലൊക്കേഷനിലേക്ക് പോകുന്നു. പാസ്റ്റർ ബൈബിൾ തുറന്നപ്പോൾ ആദ്യം തന്നെ ആവർത്തന പുസ്തകമാണ് വരുന്നത്. പഴയ നിയമത്തിലെ ഈ പുസ്തകത്തിലെ 24 അധ്യായം 7 വാക്യമാണ് പുള്ളിക്കാരൻ വായിക്കുന്നത്. എന്താണ് ഈ ഒരു വാക്യം തന്നെ ചൂസ് ചെയ്തെന്നാൽ, ആ ഒരു ക്രിമിനലിനെ ഇവൻ പിടിച്ചുകൊണ്ടുപോയി ഒരു ബിൽഡിങ്ങിൽ പൂട്ടിയിട്ടായിരുന്നല്ലോ. പണി തീരാതെ ആ ബിൽഡിങ്ങിൽ ഒരു നിലയിൽ D24/7 എഴുതി വെച്ചിരുന്നു. അത് ഇദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്ന് അത് മനസ്സിൽ വന്ന് 24 അധ്യായം 7 വാക്യം വായിച്ചു. വാക്യം ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കളിൽ ഒരുത്തിനെ മോഷ്ടിച്ച് അവനോട് കാഠിന്യം പ്രവർത്തിക്കുകയോ അവനെ വിലയ്ക്ക് വിൽക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ മോഷ്ടാവ് മരണശിക്ഷ അനുഭവിക്കണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇതങ്ങോട്ട് വായിച്ചു തീർന്നതും ക്വാണിനെ കൊന്നുകളയുക എന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശമെന്ന് പാസ്റ്റർ മനസ്സിൽ കരുതി. പിന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാനും തുടങ്ങി. പ്രാർത്ഥനയിൽ എയോങ്ങിന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമെന്നൊക്കെ ഇദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. വിശ്വാസികളൊക്കെ ഏറ്റുകൊല്ലുമ്പോൾ എയോങ്ങിന്റെ അമ്മ മാത്രം ഭയങ്കര വിഷമത്തിൽ ഇദ്ദേഹത്തെ ഇങ്ങനെ നോക്കി നിൽക്കും. അവൾ മരിച്ചതായിട്ട് ഇദ്ദേഹം പോലും പറയുന്നത് കണ്ട് പുള്ളിക്കാരിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും മൾബറി ഫാമിന്റെ അവിടെ എത്തി നമ്മുടെ ഡിറ്റക്റ്റീവ് അവിടെ ക്വാണിനെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടുപിടിക്കുന്നുണ്ട്. അവന്റെ മുഖമാകെ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിയിരുന്നത് കൊണ്ട് പുള്ളിക്കാരന്റെ ബോധം പോയി കിടക്കുന്ന അവസ്ഥയാണ്. ഇതെല്ലാം കണ്ട് ഡിറ്റക്റ്റീവ് ആ ടേപ്പ് എല്ലാം അഴിച്ചു മാറ്റിയിട്ട് പോലീസുകാരെ ഇൻഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവളുടെ സഹോദരിയുടെ ഓർമ്മകൾ അവൾക്ക് വന്നു. അവളുടെ സഹോദരി അവളുടെ അടുത്ത് വന്നു നിന്ന്, ഇവനാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഞാൻ ഇങ്ങനെയൊക്കെ ആയി മാറാൻ കാരണം ഇവനാണ്, അവനെ കൊന്നുകളാ, എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുമെന്ന് പറയുന്നതായിട്ട് പുള്ളിക്കാരി ഇങ്ങനെ ഇമാജിൻ ചെയ്ത് കൂട്ടി ക്വാണിന്റെ തലയ്ക്ക് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്തു. അപ്പോഴേക്കും ബോധം വരുന്ന ക്വാണും ഇതെല്ലാം കണ്ടിട്ട്, ഡിറ്റക്റ്റീവ്, നിങ്ങൾ എന്നെ കൊന്നാൽ നിങ്ങൾക്ക് അവളെ രക്ഷിക്കാൻ പറ്റില്ല. അയോങ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അവൾ എവിടെ ഉണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. പോലീസിനെ വിളിക്ക്, എല്ലാ സത്യവും ഞാൻ തുറന്നു പറയാം. ഏയ്, ഞാനൊരു പോലീസ് ഓഫീസറാടാ, അവൾ എവിടെ ഉണ്ട്, സത്യം പറ. ഇല്ല, പറ്റില്ല. ആദ്യം നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കേ. ഏയ്, അതൊക്കെ പിന്നത്തെ കാര്യം. ആദ്യം അയോങ് എവിടെ ഉണ്ടെന്ന് പറ. അപ്പോഴാവട്ടെ ക്വാൺ ഒരുമാതിരി വല്ലാത്ത വില്ലൻ ചിരിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവൻ ഒട്ടും വയ്യ. ഇവനെ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ പോലും വിട്ടുകൊടുക്കാതെ ഇവരോടൊക്കെ ബാർഗൈൻ ചെയ്ത് നിൽക്കുകയും ഒരുമാതിരി കളിയാക്കി ചിരിക്കണ പോലെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ. വല്ലാണ്ടങ്ങ് ദേഷ്യം വന്ന് ഡിറ്റക്റ്റീവ് ഇവനെ കൊല്ലാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ പാസ്റ്റർ വന്ന് ഡിറ്റക്റ്റീവിനെ അടിച്ച് താഴെയിട്ടു. ശേഷം പുള്ളിക്കാരിക്ക് ബോധം വന്നപ്പോൾ പാസ്റ്റർ ഇവരെ രണ്ടുപേരെയും കെട്ടിയിട്ടിരിക്കുകയാണ്. എന്താ ഡിറ്റക്റ്റീവ് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം നടപ്പിലാക്കാനല്ലേ ഞാനിവിടെ ശ്രമിക്കുന്നത്. അല്ലെങ്കിലും നിങ്ങളെപ്പോലുള്ളവർക്ക് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അവന്റെ ആഗ്രഹങ്ങൾ അവൻ എന്നെ അറിയിക്കുന്നുണ്ട്. ഞാനിതൊക്കെ ഒന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഏയ് പാസ്റ്റർ, നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? അയോങ് എവിടെയുണ്ട്? നിങ്ങൾക്ക് അവളെ പറ്റി വല്ലതും അറിയോ? അയോങ് ഒക്കെ എപ്പോഴേ ദൈവത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഞാൻ ആലോചിക്കുമായിരുന്നേ, ഇവനെ കൊന്നു കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? ഇവന്റെ ബോഡി തുണ്ടം തുണ്ടായി വെട്ടി കണ്ടിച്ച് നശിപ്പിക്കുവോ അതോ കത്തിച്ച് കളയോ? അതിനും ഉത്തരം ദൈവം എനിക്ക് കാണിച്ചു തന്നു. നിങ്ങളെ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിച്ചില്ലേ? നിങ്ങൾ രണ്ടാളും തമ്മിൽ പിടിവലി ഉണ്ടായി, ഗൺ ഫയറായി, നിങ്ങൾക്ക് വെടികൊണ്ടു. ഫൈറ്റിനിടെ ഇവൻ സ്ലിപ്പായി താഴെ വീണ് ഇവനും മരിച്ചു. എങ്ങനെയുണ്ട് കഥ? കൊള്ളത്തില്ലേ? പാസ്റ്ററിന്റെ പ്ലാനൊക്കെ കൊള്ളാം. എന്നാൽ ഇവിടെ ക്രിമിനലാവട്ടെ ഒരുമാതിരി ഭയങ്കര അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്ത് ഒറ്റ കണ്ണുള്ള മോൺസ്റ്ററിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇതെന്ത് ഇവൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യമൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. എന്തായാലും ഒരു ഒറ്റക്കണ്ണൻ മോൺസ്റ്റർ ഇവനെ കൊല്ലാൻ വരുമെന്നും ആ ഒറ്റക്കണ്ണൻ മോൺസ്റ്റർ പ്രശ്നമാണെന്നും ആ മോൺസ്റ്ററും ഇവൻ ചെയ്യുന്ന കൊലപാതകങ്ങളും ഈ തട്ടിക്കൊണ്ടുപോകലുകളും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് നോക്കി ഇവന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതെല്ലാം കേട്ട് പാസ്റ്റർക്ക് ഒരുമാതിരി അങ്ങ് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആവുന്നുണ്ട്. അതിന്റെ കൂടെ ഡിറ്റക്റ്റീവും അയോങ്ങിനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ, അവനെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പാസ്റ്റർ ഇതേ നമ്മുടെ ഡിറ്റക്റ്റീവിന് നേരെ ഷൂട്ട് ചെയ്യാൻ ചെല്ലുന്നു. ഒരു വിധത്തിൽ പുള്ളിക്കാരി ഒഴിഞ്ഞു മാറി കറങ്ങിത്തിരിഞ്ഞ് ചാടി എണീറ്റ് അവരെ കെട്ടിയിട്ടിരുന്ന ടേപ്പൊക്കെ അറുത്തു മാറ്റി രക്ഷപ്പെടുന്നുണ്ട്. പാസ്റ്റർ പുള്ളിക്കാരിയെ പിടിച്ച് അടിച്ച് അവരുടെ കഴുത്ത് ചരിച്ച് അവരെ കൊല്ലാൻ തുടങ്ങുമ്പോൾ ആ ക്രിമിനൽ ഉണ്ടല്ലോ, അവൻ അവിടെ ഇരുന്നൊരു വാള് തട്ടി നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെയൊക്കെ ഒരു വിധത്തിൽ പുള്ളിക്കാരിക്ക് പാസ്റ്ററിനെ അടിച്ചൊതുക്കി വിലങ്ങ് ഉപയോഗിച്ച് അവിടെ കെട്ടിയിടാൻ സാധിച്ചു. ഭാഗ്യം, ഈ ഭ്രാന്ത് പിടിച്ചു തന്ന പാസ്റ്ററിനെ അങ്ങനെ ട്രാപ്പ് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് കരുതി നിൽക്കുമ്പോഴാണ് ക്രിമിനലിന്റെ കുറച്ച് പുറകിലായിട്ടിരുന്ന സാധനങ്ങളെല്ലാം ഈ ബിൽഡിങ്ങിൽ നിന്ന് തെറിച്ച് താഴേക്ക് വീഴുന്നത്. അതിൽ കുറച്ച് സാധനങ്ങൾ ക്രിമിനലിന്റെ കയ്യിലും കാലിലും ഒക്കെ കുടുങ്ങിയിരുന്നു. പോയ പോക്കിൽ ഇവനും
ചെയിനും കൂടെ തെറിച്ച് താഴേക്ക് പോകുന്നു. ഓടി വന്ന് നമ്മുടെ ഡിറ്റക്റ്റീവ് എങ്ങനെയെങ്കിലും ഇവനെ പിടിച്ച് മുകളിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത്രയും വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ക്രിമിനൽ താഴെ വീണ് മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവസാന നിമിഷം മരിക്കുന്നതിന് തൊട്ടു മുമ്പ്, താഴേക്ക് വീഴുന്നതിന് തൊട്ടു മുമ്പ് അയോങ് എവിടെയെന്ന് ഡിറ്റക്റ്റീവ് ചോദിക്കുമ്പോൾ ഒറ്റ കണ്ണുള്ള മോൺസ്റ്റർ അവളെ തിന്നു എന്നാണ് ഇവൻ ഉത്തരം പറയുന്നത്. കൂടുതൽ സമയം ഡിറ്റക്റ്റീവിന് പിടിച്ചു നിൽക്കാനായില്ല. അവൾ പിടിവിട്ടു. അങ്ങനെ അവൻ താഴെ വീണ് മരണപ്പെടുവാണ്. ശേഷം പോലീസ് വന്നു, ക്രിമിനലിന്റെ ഡെഡ് ബോഡിയൊക്കെ അവിടുന്ന് മാറ്റുന്നു. പാസ്റ്ററിനെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. പുള്ളിക്കാരൻ ഒത്തിരി സന്തോഷമായി. കാരണം ദൈവം ആഗ്രഹിച്ചത് നടത്തിയല്ലോ, അവൻ മരിച്ചല്ലോ. അവിടെ കെട്ടിയതാൽ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ ആ ഡോക്ടറെ കാണാൻ ചെന്നിരിക്കുകയാണ്. ഡോക്ടർ പാസ്റ്ററിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഒരു കൈൻഡ് ഓഫ് പരേഡോളിയാണ് പുള്ളിക്കാരന്. അതായത് ചില കാര്യങ്ങൾ, ചില സ്ഥലങ്ങളൊക്കെ മറ്റു പലതുമായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന അവസ്ഥ. മലയിലൊരു മുഖം കണ്ടത്, ഇടിമിന്നലിന്റെ പ്രകാശത്തിൽ മലയിലൊരു മുഖമുള്ള പോലെ അത് ദൈവത്തിന്റെ മുഖമായിട്ട് സങ്കല്പിച്ചെടുത്തത്, അങ്ങനെയൊക്കെ പുള്ളിക്കാരൻ ഓരോന്ന് സങ്കല്പിച്ചെടുത്ത് ഇതെല്ലാം ദൈവത്തിന്റെ സൂചനയാണെന്ന് ഇമാജിൻ ചെയ്ത് ഓരോന്ന് ചെയ്തു കൂട്ടുകയായിരുന്നു. ദെൻ മരണപ്പെട്ട ക്രിമിനൽ ക്വാൺ അദ്ദേഹത്തിന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ഹീറോയിൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് മുതലുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം വെച്ച് വിശദമായിട്ട് ഡോക്ടർ ഇവൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പുള്ളിക്കാരൻ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റെപ്പ് ഫാദർ വളരെ മോശമായിട്ടാണ് അവനെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഏതാണ്ട് 10 വർഷത്തോളം അയാളുടെ കഠിന പീഡനത്തിന് ഇവൻ ഇരയായിട്ടുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ അങ്ങേര് തല്ലുമായിരുന്നു. ശരീരമാസകലം മുറിവിന്റെ പാടുകളും മുറിവുകളും ഒക്കെ ഉണ്ട്. ആ ഒരു ട്രോമയിലൂടെ പാസ് ചെയ്ത് വന്നുകൊണ്ട് തന്നെ തെറ്റേത് ശരിയേതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ലാതായി പോയി അവന്. ചില കാര്യങ്ങൾ അവനെ ട്രിഗർ ചെയ്യും അത്രേ. എന്തെങ്കിലും അവനെ ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള കാഴ്ചകൾ അവൻ വീണ്ടും കാണുവാണെങ്കിൽ അവൻ അവന്റെ സ്റ്റെപ്പ് ഫാദറിനെ പറ്റി ആലോചിച്ച് അങ്ങേരോടുള്ള ദേഷ്യം ചെറിയ പെൺകുട്ടികളോട് തീർക്കും അത്രേ. അവൻ ചെയ്തിട്ടുള്ള ക്രൈംസിലൊക്കെ കാരണമാകുന്ന അവനെ ട്രിഗർ ചെയ്യുന്ന എന്തോ ഒന്നുണ്ട്. പലപ്പോഴായി അവനൊരു ഒറ്റക്കണ്ണൻ മോൺസ്റ്ററെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും അവൻ ഒറ്റക്കണ്ണൻ മോൺസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്? ആ ഒരു ടേം കൊണ്ട് പുള്ളിക്കാരൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഹീറോയിന് സംശയം. ഒരുപക്ഷെ അവൻ ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കാം അവനെ ട്രിഗർ ചെയ്യുന്നത്. ഇതേ സമയം നമ്മുടെ അയോങ്ങിനെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. അവൾ ഒരു പഴയ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ കുറെ ആളുകൾ ആ വീടൊക്കെ പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഈ നഗരത്തിൽ എവിടെയോ പൊളിക്കാൻ വേണ്ടി ഇട്ടിരുന്ന വീടുകളിൽ ഒന്നിലാണ് അവൻ അയോങ്ങിനെ കെട്ടിയിട്ടിരിക്കുന്നത്. അയോങ് വീടിനകത്ത് ട്രാപ്പായി കിടക്കാണെന്ന് പുറത്തുള്ളവർ അറിഞ്ഞിട്ടില്ല. അവർ ആ വീട് പൊളിച്ചാൽ അവൾ കൊല്ലപ്പെടും. ഇവിടെ ഡിറ്റക്റ്റീവ് പുള്ളിക്കാരിക്ക് ഇടയ്ക്കിടെ ഉണ്ടാവാറുള്ള അവളുടെ സഹോദരിയുടെ വിഷനെ പറ്റി ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവളുടെ സഹോദരി മരിക്കുന്നതിന് മുമ്പ് അവളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവളെ സേവ് ചെയ്യാൻ ഇവൾക്ക് പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ക്വാൺ അവളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇവൾക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ആ സമയത്ത് അവിടെ എത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ഇവളുടെ സഹോദരി ജീവനോടെ ഉണ്ടായേനെ. അന്ന് സംഭവിച്ചതൊക്കെ വീണ്ടും റിപ്പീറ്റ് ആവുകയാണോ? ഇപ്പോഴും അയോങ് എവിടെയോ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇവൾക്ക്. ഇതെല്ലാം ആലോചിച്ച് ക്വാണിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി, അവൻ വരച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹീറോയിന്റെ അച്ഛൻ അവളെ വിളിച്ചു. അദ്ദേഹം ഒരു വീടിന്റെ ഒക്കെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. പിന്നെ ആ ക്ലയന്റ് വൺ നൈറ്റ് തിങ് ഹൈലൈറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരുന്നേ. അച്ഛൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ഹീറോയിന് സ്ട്രൈക്കായി. എന്താ അച്ഛാ പറഞ്ഞേ? വൺ നൈറ്റ് തിങ്ങോ? എന്താ അത്? ഇവളുടെ അച്ഛൻ ഇവൾക്ക് അയച്ചു കൊടുത്ത വീടിന്റെ ഫോട്ടോയിൽ അതിലൊരു വിൻഡോ ഉണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള, റൂഫിന് തൊട്ട് താഴെയുള്ള ഒരു വിൻഡോ. ആ വിൻഡോയെ ചില സ്ഥലങ്ങളിൽ വൺ ഐ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒറ്റക്കണ്ണ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. കോൺ വരച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളിലും ഇതുപോലെ ഒരു വിൻഡോ അവൻ പ്രത്യേകം വരച്ചിട്ടുണ്ട്. അതിനർത്ഥം അവൻ പറയുന്ന വൺ നൈറ്റ് മോൺസ്റ്റർ എന്നത് ഒരു വിൻഡോ ആണ്, അല്ലെങ്കിൽ വിൻഡോ ഉള്ള വീടിനെയാണ് അവൻ അങ്ങനെ സൂചിപ്പിക്കുന്നത്. അതായത് ഈ നഗരത്തിൽ ഇതുപോലെ വിൻഡോസ് ഉള്ള ഏതോ ഒരു വീട്ടിലുണ്ടായോ. ഇത് മനസ്സിലാക്കി ഹീറോയിൻ കോള് കട്ട് ചെയ്തതും ഇവളുടെ ഫോണിലെ വാൾപേപ്പറിലും ഇതുപോലെ ഒരു വിൻഡോ കാണാൻ പറ്റുന്നുണ്ട്. ഡിറ്റക്റ്റീവിന്റെ സിസ്റ്ററും കൂടെ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ആണത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ഒരു വിൻഡോ ആണ്. ഇവരുടെ വീട്ടിലും ഇങ്ങനെ ഒരു വിൻഡോ ഉണ്ടായിരുന്നു. ഈ വിൻഡോ ഉള്ളത് കൊണ്ടാണ് ആ ക്രിമിനൽ ഹീറോയിന്റെ സിസ്റ്ററിനെ ടാർഗറ്റ് ചെയ്തത്. അതായത് നേരത്തെ ഡോക്ടർ പറഞ്ഞ ക്വാണിനെ ട്രിഗർ ചെയ്യുന്ന ആ സാധനമില്ലേ, അത് ഈ വൺ നൈറ്റ് തിങ് ആണ്. അതായത് ഈ വിൻഡോ ആണ്. ക്വാണിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് അവന്റെ അസുഖങ്ങളൊക്കെ മാറ്റി എന്ന് പറഞ്ഞ് അവനെ പുറത്ത് വിട്ടതാണ്. ബട്ട് അറ്റ് സം പോയിന്റ് വീണ്ടും അവൻ ഇത്തരത്തിലുള്ള ഈ വിൻഡോ കാണാനിടയായി. ചെറുപ്പത്തിൽ ക്വാണിനെ അവന്റെ സ്റ്റെപ്പ് ഫാദർ ഇതുപോലെ വിൻഡോ ഉള്ള ഒരു റൂമിലിട്ടാണ് ഉപദ്രവിച്ചിരുന്നത്. ആ ഓർമ്മകളൊക്കെ വീണ്ടും ട്രിഗേർഡ് ആയപ്പോഴാണ് അവൻ പിന്നെയും ക്രൈംസ് ചെയ്യാൻ തുടങ്ങിയത്. ഇതെല്ലാം മനസ്സിലാക്കി ഈ നഗരത്തിൽ ഇതുപോലെ വിൻഡോസ് ഉള്ള വീടുകളുടെ എല്ലാം ഡീറ്റെയിൽസ് എടുത്ത് എത്രയും വേഗം നമ്മുടെ ഹീറോയിൻ അവിടേക്കൊക്കെ പോകാൻ ശ്രമിക്കുവാണ്. ഇങ്ങനെയുള്ള ഏതോ വീട്ടിൽ അയോങ് ഉണ്ടല്ലോ. അധികം വൈകാതെ ഇപ്പോൾ പൊളിക്കാണ്ടിരിക്കുന്ന ഏതൊക്കെയോ വീടുകളിൽ ഇങ്ങനെയുള്ള വിൻഡോ ഉണ്ടെന്ന് മനസ്സിലാക്കി വർക്ക് നടക്കുന്നിടത്തേക്ക് നമ്മുടെ ഹീറോയിൻ എത്തി. ഭാഗ്യം, അവർ ആ വീട് പൊളിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹീറോയിൻ അവിടെ എത്താൻ സാധിച്ചതുകൊണ്ട് അവൾക്ക് അയോങ്ങിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഒരുപാട് നാളായി ഡിറ്റക്റ്റീവിന്റെ മനസ്സിൽ വലിയൊരു റിഗ്രറ്റ് ഉണ്ട്. കൃത്യസമയത്ത് എത്താൻ സാധിക്കാത്തത് കൊണ്ട് ഇവളുടെ സിസ്റ്ററിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളത്. ഇപ്പോൾ ഏതായാലും അതിന് കുറച്ച് ശമനം ഉണ്ടാവുമെന്ന് കരുതാം. കൃത്യസമയത്ത് എത്തി അയോങ്ങിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചല്ലോ. ഇതിനൊക്കെ ശേഷം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പാസ്റ്ററിനോട് സംസാരിക്കാൻ ഹീറോയിൻ ചെല്ലുന്നുണ്ട്. ഈ വട്ട് കേസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയണമല്ലോ. അതോ ഇപ്പോഴും ഇതെല്ലാം ദൈവത്തിന്റെ പണിയാണ്, ദൈവം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുവാണോ എന്തോ? സംശയിക്കേണ്ട, ഇപ്പോഴും ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നടക്കുവാണ്, ദൈവം ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്നൊക്കെ തന്നെ പറയുന്നത്. അയോങ്ങിനെ ജീവനോടെ തിരിച്ചു കിട്ടിയെന്നറിഞ്ഞപ്പോൾ അത് ശരിയാവത്തില്ലല്ലോ, ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയൊന്നും അല്ലല്ലോ. ഓഹോ, നിങ്ങളല്ലേ പറഞ്ഞ അവൾ മരിച്ചിട്ടുണ്ടാവുമെന്ന്? ആരാ നിങ്ങളോട് പറഞ്ഞ അവൾ മരിച്ചെന്ന്? ഈ ചോദ്യത്തിന് ഇദ്ദേഹത്തിന് മറുപടിയില്ല. ഇദ്ദേഹം കുറേ നേരം ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നു. തിരികെ ഇങ്ങേരെ സെല്ലിൽ കൊണ്ടുവന്നു. അവിടെ ഭിത്തിയിലായിട്ട് ചെറിയൊരു രൂപം കാണാം. ദൈവത്തിന്റെ രൂപമാണത്. ഇത് കണ്ട് പാസ്റ്റർ എന്തൊക്കെയോ വിചാരിച്ച് ആ രൂപം അങ്ങ് തുടയ്ക്കാൻ തുടങ്ങി. ഭിത്തിയിൽ അമർത്തി തുടച്ച് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇത് സാത്താന്റെ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. അതായത് ഇത്രയും നാൾ ഇദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്, ഇദ്ദേഹത്തെ ഇങ്ങനെ കൺഫ്യൂസ് ആക്കി ഓരോന്ന് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്
നിൽക്കുന്നത് ദൈവമല്ല, ദൈവത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ സാത്താനാണെന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളൊരു വാക്യമുണ്ട്. മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേര് അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞ ബാബിലോൺ ആരാന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. അതിൽ പലർക്കും പല ഉത്തരങ്ങളാണ്. അതാരും ആയിക്കോട്ടെ, അന്ത്യനാളുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും മുഖം മൂടി അണിഞ്ഞ ചെകുത്താന്മാർ വരുമെന്നൊക്കെ ഇവർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വന്ന ഏതോ ഒരു ചെകുത്താൻ പാസ്റ്ററിനിട്ട് പണി കൊടുത്തു, അങ്ങേരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു. ഒടുക്കം പുള്ളിക്കാരൻ തേഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല. ജയിലിലൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, നല്ല ഫുഡുണ്ട്, ഇനിയിപ്പോൾ അവിടെ ജീവിക്കാം. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ സിനിമകൾ കാണാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചേർക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അടുത്ത ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം.